ഹലോ, നമുക്കിത് നല്ല അയിലയാണ് ട്ടോ കിട്ടിയേക്കണം. അപ്പം നമുക്കിതിനെ ഇന്ന് തിളപ്പിക്കാം. അപ്പം നമുക്കിതിനെ നന്നായിട്ട് വെട്ടിത്തേച്ച് കഴുകിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മീനിൻ്റെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് കറി വെക്കാം. അപ്പം അതേ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിക്കുള്ള മസാലയാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കാം. അപ്പോൾ അതേ നമ്മുടെ എണ്ണ ചൂടായപ്പോഴത്തേനും ഞാൻ സവോള, പച്ചമുളക്, ഇഞ്ചി, നമ്മുടെ വേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് വാടിക്കിട്ടും. നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. നല്ല ചുമന്ന് വണ്ണം, എന്നാലേ നമ്മുടെ കറിക്ക് നല്ല നിറം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിവിടെ കാശ്മീരി ചില്ലിയൊന്നും ഉപയോഗിക്കണില്ല, സാധാ മുളക് പൊടി തന്നെ കൂടുതലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നന്നായിട്ട് നമുക്ക് ചുമപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല നല്ലോണം പാകമായി വന്നപ്പോഴത്തേനും ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കഷ്ണം പുളിയാകെ എടുത്തിട്ടുള്ളേ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ഇനി തിളപ്പിച്ചെടുക്കാം. അപ്പം നമുക്ക് ചാറ് ഇത്തിരി കുറവാണ്, അപ്പോൾ ഞാൻ ഇത്തിരിയും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് 4 മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വറുക്കാൻ വേണ്ടിയിട്ട് മസാല തേച്ചെടുക്കാം. ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി ഗരം മസാലപ്പൊടി മാത്രമാണ് കേട്ടോ വറുക്കാൻ വേണ്ടി ചേർത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ പൊടികൾ ആഡ് ചെയ്യണ കൂടെ വേണമെങ്കിൽ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ആകെ 4 മീനുള്ളത് കാരണം അതൊന്നും ചേർക്കണില്ല. സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യണത്. നമ്മുടെ മീൻ വറുക്കാൻ വേണ്ടി മസാല പുരട്ടണ സമയം കൊണ്ട് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ അതിലോട്ട് നമ്മുടെ അയില മീൻ ഇട്ട് കൊടുക്കാവേ. മീൻ വെന്ത് വരാൻ ഒരു 5 മിനിറ്റ് മതി കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് തീ കൂട്ടിയിട്ട് വേവിച്ചാൽ മതി. അപ്പോഴത്തേനും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ കറി ആയി കിട്ടും. ചെറിയ അയില കൊണ്ടിട്ട് ഞാൻ പിന്നെ മുറിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് രാഗി കൊടുത്തിട്ടുണ്ട്, ഉപ്പും പുളിയും പിടിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ മുഴുവനോടെ തന്നെയാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അതേ അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് നല്ല കുറുകി ഉപ്പും പുളിയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിന് മാറ്റി വെച്ചിട്ട് മീൻ വറുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിക്കണത് നീഗു ആട്ടാ. ഞാൻ ചട്ടി ചൂടാക്കിയപ്പോഴത്തേനും അവൾ പുരട്ടി വെച്ച മീനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഉറങ്ങുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം അത് എനിക്കിന്ന് വീഡിയോ എടുക്കുന്നത് എൻ്റെ തീച്ചേട്ടൻ കേട്ടോ. അതുകൊണ്ടിട്ട് എനിക്കിന്ന് പകുതി പണി കുറഞ്ഞു കിട്ടി. ഞാനപ്പോൾ നമ്മുടെ മീനൊരു തവയിലാണ് കേട്ടോ, ദോശ തവയിലാണ് ഞാനിന്ന് വറുത്തെടുക്കണത്. അധികം എണ്ണയൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ മീൻ വറുക്കാൻ. അപ്പോൾ അതേ മീൻ വറുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായിട്ടാ. അപ്പോൾ ഞങ്ങളിതേ മീൻ വറുത്തേ മീൻ കറിയും കൂട്ടി ചോറ് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടേ. അപ്പം നാളെ കാണാം. ബൈ ബൈ.